കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് ഗർഭം. അയാൾക്ക് ഇതൊക്കെ അല്ലേ ഉള്ളു പണി. രാവിലെ നീ എന്തിനാ ഇതൊക്കെ വന്ന് എന്നോട് പറയുന്ന സുധേ? പറഞ്ഞപ്പം പറഞ്ഞതേ ഉള്ളു. എത്ര മാസം? 5 മാസം. ഓ അവനാകെ അറിയാവുന്നത് ഇതാ. അന്നാ രാവിലെ നീ എന്തിനാ സുധ എൻ്റെ അടുത്ത് ഇതൊക്കെ വന്ന് പറയുന്നത്? ഞാൻ സമാധാനമായിട്ട് ഇവിടെ നിന്ന് തുണി കഴുകുമല്ലയോ? ഞാൻ അറിയുമ്പോ പറയാതിരിക്കുന്നത് എങ്ങനെയാടേ? ഇതാരാ നിന്നോട് പറഞ്ഞത്? സുധർമ്മ ചേച്ചി പറഞ്ഞതാ. സുധർമ്മ ചേച്ചി വേറെ വല്ലതും പറഞ്ഞു? ഭാര്യയെ നല്ലപോലെ നോക്കുമെന്ന്. അപ്പോൾ അവൻ അതൊക്കെ അറിയാം. നമ്മുടെ കൂടെ ജീവിക്കുമ്പോഴാണ് അവന് ജീവിതം അറിഞ്ഞുകൂടാത്തത്. അന്നിപ്പോ പോട്ടെ, എന്തോ ചെയ്യാൻ, നമ്മൾ അനുഭവിച്ചില്ല പറ്റൂ. നീ എന്തിനാ സുധ ഇതൊക്കെ എന്നോട് ഒന്ന് പറഞ്ഞ് രാവിലെ? എന്നാ ഇനി ഞാനൊന്നും പറയുന്നില്ല. പോവാന്നോ? ഇവനൊക്കെ നോക്കിക്കോ, എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവനൊക്കെ അനുഭവിക്കും. ട്യൂഷൻ പോകാനൊരു 10 bucks. നിന്റെ തന്തേന്ന് പറയുന്ന നാറിയെ കെട്ടിയതിന്റെ ബാക്കി എനിക്ക് ആകെ കിട്ടിയത് തല നിറയെ താനും തലതെറിച്ച 2 മക്കളും. അതിലൊന്ന് എവിടെയോ പോയി, ശല്യമില്ലെന്നേലും പറയാം. പിന്നെ നീ ഈ ടേമിൽ എല്ലാ എക്സാമും നീ പാസ്സായില്ലേ? അമ്മച്ചിയാണ്. പിന്നെ 5ന്റെ പൈസ നിനക്ക് ഞാൻ തരത്തില്ല കേട്ടല്ലോ. ട്യൂഷന് പോട്ടമ്മേ. ഞാൻ കണ്ട തൊഴിലുറപ്പിനും അതിനും ഇതിനും ഒക്കെ പോയി ഒരു കൂട്ടി വെക്കുന്ന പൈസയാ. നിന്റെ തന്തയെ 5ന്റെ പൈസ ഇന്നേ വരെ നിനക്കൊക്കെ ചെലവിന് തരുന്നുണ്ടോ? അയാളുടെ ഭാര്യ 2ാമതും ഗർഭിണിയാന്ന് നീ അറിഞ്ഞോല്ലോ. ഇത് അവസാനത്തെ തിരക്കോ? 18 തികഞ്ഞ സ്വന്തമായിട്ട് പണിക്ക് പോയി എന്തുവാന്ന് വെച്ചാ ഉണ്ടാക്കിക്കൊള്ളണം. പോടാ ട്യൂഷന് പോ. മക്കളെ ഉണ്ടാക്കിയിട്ട് ചെലവിന് കൊടുക്കാത്തവന്മാരുടെ എല്ലാവന്മാരുടെയും തലയിൽ ഇടുത്തി വീണേ എന്റെ ഭഗവതി. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനോ ഇന്ന് ദേവീന്ന് വിളിച്ചതും പ്രത്യക്ഷപ്പെട്ട എള്ളോളം തരി പൊന്നന്തിനാ തനി തഞ്ചാവൂര് പട്ടന്തിനാ അണ്ണൻ ഇറക്കിക്കോട്ട് വന്നമ്മ പെണ്ണിനെ. ഞാൻ ചത്ത് എന്റെ ചാക്കാല വീട്ടുപടി കേറിയ രണ്ടിനെ ഞങ്ങള് പിന്നെ എവിടെ പോവും അമ്മേ? നീയൊക്കെ എവിടെയും പൊക്കോ, എനിക്കറിയണ്ട. അമ്മ ഞങ്ങള് നിവർത്തിയോടുണ്ട് അമ്മേ. എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയപ്പോ ഞാൻ ഇനി ഇറങ്ങി പോരുന്നേ എന്റെ കല്യാണത്തിന്റെ അന്ന്. നീ അവനെ കെട്ടിയായിരുന്നേ നീ രക്ഷപ്പെട്ടേനെ. ഈ യമകാലന്റെ കൂടെ ഇറങ്ങി വന്നപ്പോ നീ അവൻ എന്തേലും പണിയുണ്ടോന്ന് അന്വേഷിച്ചോടി. അമ്മയ്ക്ക് പണിയുണ്ടെന്ന് പറഞ്ഞ് മോനെ നീ എന്തുവാടാ ഈ കാണിച്ചത്? നിന്റെ തന്തയല്ല ഇവിടെ ഇല്ലാതുള്ള, നിന്റെ അച്ചാമ്മ ഇവിടെ ജീവിച്ചിരിപ്പില്ലായിരുന്നോടാ? ഈ തോന്നിയ മാസം കാണിച്ചപ്പോ നീ എന്നെ ഒന്ന് ഓർത്തോ? ഈ അച്ചാമ്മയുടെ മുഖം നീ ഒന്ന് ഓർത്തോടാ? എടാ ഏതാടാ ഇത്? ഈ മുതുക്കി ഏതാടാ? നിന്നെക്കാട്ടി 10 വയസ്സ് മൂത്തതായിരിക്കുമല്ലോടാ ഇത്. എന്താവാ ആര് മൂത്തേന്ന്? എന്റെ പൊന്നു നാട്ടുകാരെ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ, എന്റെ കൊച്ചു ചെറുക്കൻ. അയ്യോ ഇന്നലത്തെ ചെറുക്കനാ കൊണ്ടുവന്നേക്ക് നോക്കി മുതുക്കിയെ. അയ്യോ അടിച്ചിറക്കി വിട്ടോ. ഇനിയിപ്പോ സംഭവിക്കാനുള്ളത് സംഭവിച്ച്. ആരും ശമ്പു വെച്ചതല്ല, സംഭവിച്ചത് സംഭവിച്ച. സമ്മതിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. അമ്മേ ഒരു നൈറ്റ് വരും അമ്മേ, മാറാൻ വേറെ ഡ്രസ്സൊന്നുമില്ല, ചൂടെടുക്കുന്നു. ആരാടി നിന്റെ അമ്മ? ചിലപ്പോ നീ ഞാൻ ഒന്നിച്ചിരുന്ന് പഠിച്ചായിരിക്കോടി. അവൾ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത്. അമ്മേ ഈ മുത്തശ്ശി ചുമ്മാ പറഞ്ഞയാ. ആരാടി നിന്റെ മുത്തശ്ശി? നീ മുത്തശ്ശിനെ വിളിക്കാനുള്ളവരൊക്കെ വംശനാശം വന്ന് കാണും. ഇപ്പൊ എനിക്ക് 30 വയസ്സൊന്നും ഇല്ല അമ്മ, എനിക്ക് 22 വയസ്സേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ എന്റെ ആധാർ കൊണ്ട് കാണിച്ചു തരാം. ആധാറും SLC ബുക്കും എന്റെ കയ്യിലുണ്ട്, അത് കണ്ടിട്ട് അമ്മ പറ. ഇവക്ക് 30 വയസ്സുണ്ടോ നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ ചുമ്മാ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് ഇവളെ അറിയത്തില്ല? മനസ്സിലാക്കാമേ, ഞാൻ അമ്മ പൊന്നു പോലെ നോക്കിക്കോ. എന്നാലും അമ്മ പെണ്ണിനെ വിളിച്ചറിയുകയാണ്. എന്റെ അലമാരി ഇരുപുണ്ട്. ഇതൊക്കെ സ്വർണ്ണമാണോ? എന്റെ അലമാരി ഊരി വെച്ചിട്ട് എടുത്തിട്ട്
പുറപ്പുറം തൂത്ത് തുടങ്ങി. അച്ചാമ്മേ നമുക്ക് വീട്ടിൽ പോണ്ടേ? എവിടെ പോവാനാ? നമുക്ക് ഇനിയിപ്പോ ഇവിടെ കൂടാം. അവിടെ ചെന്ന് കഴിഞ്ഞാലേ നിന്റെ തള്ള വല്ലോ നിനക്ക് വെച്ചുണ്ടാക്കി തരുമോ? അവനാണെങ്കിൽ ഇവിടെ പണിക്കും പോകത്തില്ല. ഇവിടെ ആകുമ്പോ അവള് വല്ലൊക്കെ ഉണ്ടാക്കി തരും. ഈ തക്കത്തിന് നമുക്ക് ഇവിടെ കൂടാം. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഓക്കെ, ഈ പെണ്ണിനെയും കെട്ടി എഴുന്നള്ളി ഇങ്ങോട്ട് വരുന്നത് എന്തിനാ? എനിക്ക് ഇവളെ കാണുമ്പോൾ അങ്ങേരുടെ ഓർമ്മയാ വരുന്നത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തോ ചെയ്യാനാ മോളെ, അതിനാരുണ്ട് പിന്നെ? ആ തന്തയ്ക്കും തള്ളയ്ക്കും അതിനെ വേണ്ട. മക്കളാണെങ്കിൽ കുഞ്ഞുങ്ങളെ പൊന്നുപോലാ നോക്കുന്നത്. പ്രായമായ ഒരു കുഞ്ഞല്ലയോ, അതിനെ അങ്ങനെ അവനിക്ക് ഒറ്റയ്ക്കിട്ടിട്ട് വരാൻ പറ്റുമോ? എൻ്റെ കാലശേഷം ആരാ ഉള്ളത്? മക്കളങ്ങ് ക്ഷമിക്കാതെ. ഇതെന്തുവാ എന്റെ കണിക്ക് വെച്ചേക്കുന്ന ഉരുളിയല്ലയോ അടുപ്പത്ത് വെച്ചേക്കുന്നേ? അമ്മ ഓട്ടുരുളി വെച്ച ചിക്കൻ കറി തിന്നിട്ടുണ്ടോ? ആ എന്നാ ഇന്ന് തിന്ന കൊച്ചെ. അത് ഞാൻ കണിക്കൊക്കെ ഒരുക്കാൻ വെച്ചേക്കുന്നതാ. അമ്മയ്ക്ക് എത്ര ഓട്ടുരുളി വേണം? ഞാൻ മേടിച്ചു തരാം അമ്മേ. ഇതിപ്പോ ചിക്കൻ കറി വെക്കട്ടെ. അമ്മ ചെല്ല്. സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്ക് സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാകുന്നു. എന്നാലും അമ്മ ഇത്ര പെട്ടെന്ന് സോൾവ് ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതുകൊണ്ടൊന്നും അല്ല. നിങ്ങളുടെ മുത്തശ്ശി വന്ന് ഇവിടെ കടന്ന് കോലാഹലങ്ങൾ ഉണ്ടാക്കിയില്ലേ, എനിക്ക് പ്രായക്കൂടുതലാണ്, ഞാൻ 10-12 വയസ്സിൽ നിങ്ങളെക്കാട്ടി മൂത്തതാണെന്ന്. അത് കേട്ടപ്പം ഏതമ്മയായാലും ഒന്ന് ഞെട്ടത്തില്ലേ? അപ്പൊ പിന്നെ അമ്മ ആലോചിച്ച്, മകൻ വിളിച്ചോണ്ട് വന്നതിനെക്കാട്ടി ഏറ്റവും വലിയ നാണക്കേടാണല്ലോ ഉണ്ടാകാൻ പോകുന്നതെന്ന്. അപ്പൊ പിന്നെ ഞാൻ എൻ്റെ SSLC ആധാറിനെ ഫോട്ടോ കാണിച്ച് സംഭവം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ എന്നെ വിശ്വാസമായി. വലിയ നാണക്കേടുകൾ ചെറിയ നാണക്കേടുകളെ മറയ്ക്കുമെങ്കിൽ നല്ലതല്ലേടോ? എന്തായാലും വന്നു കേറിയത് നല്ല ഐശ്വര്യമുള്ള ഒരു കൊച്ചാ. ആണോ? എൻ്റെ മോൻ്റെ പരീക്ഷയ്ക്കെല്ലാം നല്ല മാർക്കുണ്ട്. പിന്നെ ഈ വീട്ടിലെ എല്ലാ പണിയും ചെയ്യും. അമ്മേന്ന് വിളിച്ച വിളിയിൽ പാലൊഴുകും. അത്രയും സ്നേഹമുള്ള കുഞ്ഞ്. അത് നന്നായി. അവരുടെ വീട്ടുകാരൊന്നും ഇതുവരെയൊക്കെ സഹായിച്ചില്ല. നമ്മൾ പിന്നെ തിരക്കാനും പോയിട്ടൊന്നുമില്ല. നമുക്ക് കിട്ടിയത് നല്ലൊരു കുഞ്ഞാണല്ലോ. ഇത്രയും നല്ലൊരു മരുമകളെ ഈ ഇന്ത്യയിൽ നല്ല ലോകത്താർക്കും കിട്ടിയിട്ടുണ്ടാവത്തില്ല. ആരോ വന്ന് ഹായ് ഗൈസ്. ആരാ നിങ്ങൾ? എൻ്റെ റോസിനെ കണ്ടോ? റോസിയോ? ഇവിടെ എൻ്റെ റോസ് എങ്ങാനും വന്നോ? അങ്ങനെ പേരുള്ള ആരും ഇവിടെ ഇല്ലല്ലോ. ഓക്കെ, ഐ വിൽ ഷോ യു ഇൻ മൈ ഫോൺ. ഇതാണ് എൻ്റെ റോസ്. ഇങ്ങോട്ടെങ്ങാനും വന്നോ? ഇങ്ങനെ ആരും വന്നിട്ടില്ല. സോറി. ഇതാണ് എൻ്റെ റോസ്. എൻ്റെ വൈഫാണ്. ഇങ്ങോട്ട് വന്നു എന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് വന്നതാണ്. ഇത് നമ്മുടെ മീനാക്ഷി അല്ലയോ? എന്റെ ഭാര്യയാണ് അവള്. ഇത് ഞങ്ങളുടെ മോന്റെ ഭാര്യയാ. അവൾ കേരളത്തിലെ 14 ജില്ലയിലും അവൾക്കിപ്പോ ഭർത്താക്കന്മാരുണ്ട്. ആൾക്ക് ഇച്ചിരി നൊസ്സാണ്. കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോ ചാടി പോന്നതാണ്. എന്റെ റോസ് ഇല്ലാതെ എനിക്ക് പറ്റില്ല. എന്റെ റോസ് ഞാനൊന്ന് സെർച്ച് ആക്കിക്കോട്ടെ. എന്തുവാ നിങ്ങൾ പറയുന്നത്? എന്റെ റോസിനെത്താ? എന്റെ ഭഗവാനെ, മീനാക്ഷി. മീനാക്ഷി അല്ല, റോസ്. റോസേ, എന്റെ റോസേ. ഹലോ. നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ട്രിപ്പിന്റെ കാര്യം. നമ്മൾ തായ്ലൻഡ് വഴി മലേഷ്യ. ഇപ്പൊ ജോലിക്കൊക്കെ പോയിട്ട് കാശ് കയ്യിലുണ്ട്. അപ്പൊ ഭാര്യയായിട്ടൊന്ന് ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് വന്നിട്ട് മൂകാംബികയിലിട്ട് പോണം, അച്ഛമ്മയും അമ്മയും എല്ലാരെയും കൂട്ടിയിട്ടേ. ഞാൻ വിളിക്കാവേ. രമണ, മീനാക്ഷി,
ഇതാരാ നിന്റെ എന്റെ റോസ്, നീ എവിടെ ആയിരുന്നോടാ? ഞാൻ എവിടെയല്ല നിന്നെ അന്വേഷിച്ച് പോയിടാ. നിന്റെ ഭർത്താവാന്ന് പറയുന്നത്. എടാ രമണാ, എന്തുവാ? എടാ ഇവള് ആരുടെ ഭാര്യയാ ശരിക്കും? കേരളത്തിൽ 10-14 ഭർത്താക്കന്മാർ ഇവളൊക്കെ ഉണ്ടെന്ന് നീ ചോദിച്ചങ്ങോട്ട് ഇവളെടുത്ത്. എന്തുവാടി? ആരാടി ഇയാള്? ഞാൻ ഒരു ചക്ക തിന്നാൻ പോയപ്പം ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോൾ മാവില ചക്ക കായ്ക്കുന്നേന്ന്. മാവില ചക്ക തിന്നാൻ പാടുണ്ടോന്ന് മാവില കാരണവന്മാരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന്. അപ്പോഴേക്കും ഞാനിങ്ങ് പോരുന്നു. ഇതിപ്പോ പുതിയ ഡയലോഗാ റോസി മോളെ. അയ്യോ എന്റെ വടക്കണത്തുകാവിൽ അമ്മേ, ഇവിടെ എന്തൊക്കെ കോലാഹലമാണോ നടക്കുന്നത്. മോനെ രമണ, വീടല്ലേടാ. അയ്യോ സോറി, താങ്ക് യു സിസ്. സോറി, കം ഓൺ. ഞാൻ ആരാടി? ഞാൻ ആരാ നിനക്ക്? കം ഓൺ. ഓക്കേ, താങ്ക് യു ഗൈസ്. ഇനി വന്നാലും വാങ്ങ വിടണേ. ഗോ ഗോ ഗോ. നല്ലൊരു പെങ്കൊച്ചായിരുന്നു. നല്ലത്